നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ അറിയില്ല. ഒരുപാട് രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഇന്ന് ആളുകൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പുറത്ത് പഠിക്കുന്ന വ്യക്തികളൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, രാവിലെ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരെ വൈകി എഴുന്നേൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനൊക്കെ മടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പലരും ചിന്തിക്കാറ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരു സ്യൂട്ടായിട്ട് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ബ്രെഡ് അല്ലെങ്കിൽ ജാം മിക്സ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ബ്രെഡിനകത്ത് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ ബ്രെഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽത്തി രൂപത്തിലാണ് കഴിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമല്ല. അല്ലാത്ത പക്ഷം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ബ്രെഡ് ഡെയിലി ബേസിൽ കഴിച്ചിട്ട് നമ്മുടെ ഒരു പേഷ്യൻറ്റ് അവർ പണ്ട് മുതലേ അവർക്ക് കഴിക്കുന്ന ഒരു ഫുഡായിരുന്നു ബ്രെഡ്. അപ്പോൾ 10 മണിക്ക് ആവുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 10 മണിക്കൊക്കെ അവർ കഴിക്കുന്ന ഒരു ഫുഡാണ് ബ്രെഡ് എന്ന് പറയുന്നത്. ഈ ബ്രെഡ് അവർ കഴിച്ച് കുറേ കാലം അടുപ്പിച്ച് കഴിച്ചിട്ട് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. അവർക്ക് അവരുടെ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് കഴിക്കാതിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ബ്രെഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വീറ്റ് ബ്രെഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ബ്രെഡ് അവൈലബിൾ ആണ്, ഒലീവ് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഓപ്ഷൻസുകളിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലുള്ള ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തരം ബ്രെഡ് സെലക്ട് ചെയ്യുകയും അതിനുള്ളിൽ സ്റ്റഫ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കണം. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യം ജാമാണ്. ജാമാകുന്ന സമയത്ത് നമുക്ക് വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് അത് അതിൽ സ്പ്രെഡ് ചെയ്ത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചില ആളുകൾ ചോക്ലേറ്റ് സ്പ്രെഡ്, ചോക്കോ സ്പ്രെഡുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി അല്ല. അപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു ബ്രെഡ് അല്ല 1-2 ബ്രെഡ് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. എല്ലാ ദിവസവും കഴിക്കാതിരിക്കുക, ആഴ്ചയിൽ 2-3 ദിവസം മാത്രം അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 1-2 ബ്രെഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്കൊരു ഓംലേറ്റ് വെക്കാം, എഗ്ഗ് വെക്കാം, അതുപോലെ തന്നെ നമുക്ക് കട്ടായിട്ട് കുറേ വെജിറ്റബിൾസ് വെക്കാം. അപ്പോൾ ടൊമാറ്റോ വെക്കാം, അതുപോലെ തന്നെ ക്യാപ്സിക്കം വെക്കാം, ജസ്റ്റ് ഓനിയൻ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചീസ്, ചില ആളുകൾ ഒരുപാട് ആളുകൾ ചീസ് വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ചീസ് കഴിക്കുന്നത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കേണ്ട ചീസ് എന്ന് പറയുന്നത് ഹെൽത്തി രൂപത്തിലുള്ളതായിരിക്കണം. കുറേ ആളുകൾ സാൾട്ടഡ് ചീസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപമല്ല. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ചീസ് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ളിൽ വേണമെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ പലരും പീനട്ട് ബട്ടർ ഒക്കെ നമ്മൾ ബ്രെഡിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഷുഗർ ഇല്ലാത്തത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കുക. അല്ലാതെ ഷുഗറുള്ള കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ഒരിക്കലും ഒരു ഹെൽത്തി രൂപമല്ല. നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് തന്നെ കൂടുതൽ കാലോറി എത്തുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പോൾ അത് പറയുന്നത് ഒന്നും ഒരു ഹെൽത്തി രൂപമല്ല. അപ്പോൾ ബ്രെഡ് നമുക്ക് ഓക്കെ കുഴപ്പമില്ലാത്തതാണ്, പക്ഷേ എപ്പോഴും എല്ലാ ദിവസവും കഴിക്കരുത്. ഒരിക്കലും നിങ്ങൾ വീറ്റ് അല്ലാത്ത ബ്രെഡുകൾ വീറ്റ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ അല്ലാത്ത ബ്രെഡുകൾ യൂസ് ചെയ്യാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ 1 or 2 ഡേയ്സ് നമുക്കത് കഴിക്കാം. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. അപ്പോൾ ഓട്സിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് റോൾഡ് ആയിട്ടുള്ള ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ആയിട്ടുള്ള ഓട്സുകൾ മാക്സിമം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതൊരു ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഇട്ട് നമുക്കൊരു പുഡിംഗ് രൂപത്തിലൊക്കെ നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ശരീരത്തിൽ. അപ്പോൾ ഈ ഒരു ഓട്സ് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള സീഡ്സുകളോ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രൂപമാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി നമുക്ക് ഓവർനൈറ്റ് ആയിട്ട് ഓട്സ് കീപ്പ് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അതൊന്ന് നിങ്ങളെന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് കൂടുതൽ പ്രോട്ടീൻസൊക്കെ രാവിലെ എടുക്കാം. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോർമലി നമ്മുടെയൊക്കെ വീട്ടിൽ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയുള്ള പുട്ടൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവുക. അപ്പോൾ അതിന് പകരം നമുക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഇപ്പോൾ ജസ്റ്റ് കടല അല്ലെങ്കിൽ ചെറുപയറൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചിട്ട് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് മുളപ്പിച്ചിട്ട് വേവിച്ചിട്ട് കഴിക്കുക. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതൊന്നും കൂടുതൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരുപാട് അളവ് കൂടരുത്.
അപ്പോൾ ചില ആളുകൾ ഈ ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ചെറിയ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കൂടുതൽ പ്രോട്ടീൻസ് എത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അളവ് കുറച്ച് അല്ലെങ്കിൽ കാർബ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പ്രോട്ടീൻസ് കുറച്ചായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ചെറിയൊരു അളവിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ട്, പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ രാവിലെ പലർക്കും ഈ ചിക്കൻ അല്ലെങ്കിൽ മീറ്റുകളൊക്കെ കൂടുതൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം വ്യക്തികൾ എഗ്ഗ് കഴിക്കുക നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കുക. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസാണ് ചെറുപയർ, കടല, അത്തരം ഐറ്റംസൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വേവിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ട് ഹെൽത്തി ആയിട്ട് രാവിലെ. കാരണം രാവിലെ നമ്മൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്ത് നമുക്ക് കഴിക്കാം. അതൊരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കേണ്ടതാണ്. നമുക്കതൊരു നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾനെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങണം. അല്ലാതെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രം കഴിക്കരുത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഐറ്റംസുകൾ കൂടി ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്കൊരു ചപ്പാത്തി അല്ലെങ്കിൽ 1 or 2 ചപ്പാത്തി നമുക്ക് രാവിലെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ രാവിലെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ എക്സസൈസ് നിർബന്ധമാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ ലഞ്ചും അതുപോലെ തന്നെ നൈറ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത് ഹെൽത്തി രൂപത്തിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു 1 month കൊണ്ടുള്ള ഒരു ചേഞ്ചസ്, വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 month കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.